വയനാട്ടിൽ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിസംഘത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശ്രീത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ മന്ത്രിമാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടേക്ക് എത്താത്തതിലുള്ളൊരു പ്രതിഷേധം അത് പൊട്ടിയിരിക്കുക തന്നെയായിരിക്കാം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും. തീർച്ചയായും രജനി, അത്തരത്തിൽ തന്നെയായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇത്തരത്തിൽ മന്ത്രിമാർക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് സുൽത്താൻ ബത്തേരി നഗരത്തിൽ വലിയ ഗതാഗത നിയന്ത്രണവും അതോടൊപ്പം തന്നെ വലിയ സുരക്ഷയുമാണ് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ ഈ സുൽത്താൻ ബത്തേരിയിലെ ടൗൺ ഹാളിലേക്ക് ജോലിക്കാരെ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയായിരുന്നു കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഈ ഗേറ്റിന് സമീപം നൂറുകണക്കിന് പോലീസുകാർ നിലയുറപ്പിച്ചാണ് എല്ലാവരെയും കൃത്യമായി പരിശോധിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ ഹാളിലേക്ക് തന്നെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സുൽത്താൻ ബത്തേരി തന്നെ പൂർണ്ണമായും ഒരു പോലീസ് വലയത്തിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു ഇന്ന് രാവിലെ ഈ വനം വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിന്റെ ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ ഈ യോഗം നടക്കുന്ന ഈ ഹാളിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 4ലധികം പ്രവർത്തകരാണ് ഈ റോഡിന് സമീപം എത്തിയപ്പോൾ സുൽത്താൻ ബത്തേരി നഗരത്തെ ഹൃദയത്തിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ കരിങ്കൊടി കാണിച്ചത്. തുടർന്ന് പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ മന്ത്രിസംഘത്തിന് നേരെ ഉണ്ടാകാനാണ് നിലവിൽ സാധ്യത. അതിനാൽ തന്നെയായിരുന്നു പോലീസ് പ്രത്യേക ജാഗ്രത തന്നെ പുലർത്തുന്നുണ്ട്. കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വയനാടിന്റെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയിലുമെല്ലാം നിയോഗിച്ചിട്ടുണ്ട്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്.